കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിച്ചവരൊക്കെ ആകാശത്തിലെ താരകങ്ങളാണ്. ചെറുപ്പത്തിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു നിത്യതയുടെ പ്രകാശം ഒരുപാട് വെളിച്ചമേകിയിട്ടുണ്ട്. സുന്ദരമായൊരു ചിന്തയാണല്ലേ, മരണപ്പെട്ടവരൊക്കെ ആകാശവിധാനങ്ങളിലെ നക്ഷത്രങ്ങളായിട്ട് വെളിച്ചം പകരുന്നു. മൃതസംസ്കാര ചടങ്ങിൽ വൈദികൻ മൃതശരീരത്തിൻ്റെ തലയ്ക്കൽ തിരികൾ തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയ സഹോദര സഹോദരി, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിൽ പ്രകാശിതരായി. ജീവിതകാലം മുഴുവൻ ഈ വെളിച്ചം മങ്ങാതെ നീ കാത്തു സൂക്ഷിച്ചു. നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ. ക്രൈസ്തവ ജീവിതം ഈ ലോകത്ത് അവസാനിക്കുന്നതല്ലെന്നും ക്രിസ്തുവാകുന്ന നിത്യതയിലേക്കുള്ള പ്രകാശത്തിലേക്കുള്ള ലയനമാണെന്നും നമ്മളെ ഈ ഒരു ചടങ്ങ് പഠിപ്പിക്കുക. ജീവിതം ഒരു മെഴുകുതിരി പോലെ അണഞ്ഞു പോകുമ്പോഴും ദൈവത്തിൻ്റെ പ്രകാശം അണയുന്നില്ല എന്നുള്ളതാണ്. പ്രകാശം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. വൈദികൻ മൃതശരീരത്തിൻ്റെ തലയ്ക്കൽ കത്തിക്കുന്ന തിരി ഒരു അലങ്കാരമല്ല, മറിച്ച് ഓരോ മനുഷ്യനും ദൈവമാകുന്ന പ്രകാശത്തിലേക്കാണ് ലയിച്ചു ചേരുന്നതെന്ന് ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടേതായ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് നിത്യമാം പ്രകാശത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരുന്നു. സഭയുടെ പ്രബോധനങ്ങളിലും ദൈവശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളിലും എന്തിനാണ് ഈ തിരി തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യമെന്ന് എടുത്തു പറയുന്നുണ്ട്. 5 കാരണങ്ങളാണ് ഇതിന് സൂചകമായിട്ട് സഭ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും നിത്യജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുന്നു: അവൻ പ്രകാശമാകുന്നു, അവനെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടത്ത് നടക്കുകയില്ല, അവന് പ്രകാശത്തിൻ്റെ നിത്യജീവനുണ്ടാകും. മരണത്തിലൂടെ പോലും ക്രിസ്തുവാകുന്ന സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ സാധിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തിരി കത്തിക്കുന്നതിലൂടെ നമ്മൾ ലോകത്തോട് പറയുന്നത്. ആ പ്രകാശം നമ്മളെ നിത്യജീവനിലേക്കുള്ള വഴികാട്ടിയാവുന്നു. യോഹന്നാൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 ഇപ്രകാരം വിവരിക്കുന്നുണ്ട്: അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ്റെ പ്രകാശമായിരുന്നു, ആ പ്രകാശം മനുഷ്യനെ ഏത് ഇരുളിലൂടെ നടക്കുവാനുള്ള ശക്തി നൽകുന്നു. ആരാധനക്രമത്തിൽ തിരികൾ കത്തിക്കുന്നത് നമുക്കറിയാം, ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അതുപോലെ മൃതശരീരത്തിൽ തിരികൾ കത്തിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ നിത്യമാം പ്രകാശത്തിലേക്ക് നമ്മളെയും സർവേശ്വരൻ കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള വ്യക്തമായ അടയാളമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ചിന്ത ജ്ഞാനസ്നാനത്തിൻ്റെ അനുസ്മരണമാണ്. മാമോദീസ ദിനത്തിൽ നമ്മുടെ കരങ്ങളിലേക്ക് കത്തിച്ച തിരികൾ നൽകിക്കൊണ്ട് വൈദികൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ഈ പ്രകാശം സ്വീകരിക്കുവിൻ, ഈ പ്രകാശത്തിൽ ജീവിക്കുവിൻ, ഈ പ്രകാശം മലിനപ്പെടാതെ കാത്തു സൂക്ഷിക്കുവിൻ. ആ തിരികൾ കത്തിക്കുന്നതിലൂടെ ഈ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ ഏറ്റെടുത്ത വാഗ്ദാനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ലഭിച്ച ഈ പ്രകാശം ജീവിത അവസാനം വരെ നമ്മൾ കാത്തു സൂക്ഷിച്ചു. പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഒരിക്കൽ ഇരുട്ടിലായിരുന്നു, പക്ഷെ ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശിതരാണ്. കർത്താവ് തൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തതാണ്. അതിനാൽ ഈ വെളിച്ചം അണയാതെ കാത്തു സൂക്ഷിച്ച് സ്വർഗീയ സന്നിധിയിലേക്ക് എത്തിച്ചേരുക. മരണമെന്നത് വെളിച്ചത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്കുള്ള യാത്ര തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ, അങ്ങനെ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. വെളിച്ചം
കൈലേന്തി തുടങ്ങിയ ഒരു യാത്രയായിരുന്നല്ലോ നമ്മുടെ ജീവിതം. മരണത്തിലും ആ വെളിച്ചം നമുക്ക് കൈമുതലായി മാറട്ടെ. നിത്യതയിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവാകുന്ന ആ വെളിച്ചം നമുക്ക് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ഉള്ള വഴിയിൽ എന്നും പ്രതിദാനം ചെയ്യട്ടെ. മൂന്നാമത്തെ അടയാളം ഉയർപ്പിലുള്ള പ്രത്യാശയാണ്. ക്രിസ്തുവിനോടൊപ്പം മരിച്ചവർ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഉയർപ്പ് ഞായറാഴ്ച പാസ്കൽ തിരി കത്തിച്ചുകൊണ്ട് വൈദികൻ ജനമധ്യത്തിൽ നിന്ന് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ പ്രകാശം. നമ്മൾ മറുപടി കൊടുക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന് സ്തുതി. ആ തീനാളങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് പോലെ നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയും ആ പ്രകാശത്തിലൂടെ കടന്നു പോകുമെന്നുള്ളതാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇപ്രകാരമാണ്: കുഞ്ഞാടിൻ്റെ വെളിച്ചത്താൽ ജനതകൾ പ്രകാശിക്കും. ആ കുഞ്ഞാട് ഈശോയാണ്. ഈശോ തൻ്റെ മരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ നൽകുമ്പോൾ ആ പ്രകാശത്തിലൂടെ നമ്മളും ആ ജീവനിലേക്ക് പ്രവേശിക്കും. ഈ കത്തിച്ച തിരി നമ്മുടെ കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെ മേൽ ഉയർന്നു നിന്ന് മരണത്തിൽ നിന്ന് ക്രിസ്തു വരിച്ച വിജയത്തെ ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജീവിക്കുമെന്നുള്ള വ്യക്തമായ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. നാലാമത്തെ അടയാളം വിശ്വസ്തതയുടെ അടയാളമാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വിവേകമതികളായ കന്യകളുടെ ഉപമ നമ്മൾ കാണുന്നുണ്ട്. അവർ ക്ഷമയോടെ ജാഗ്രതയോടെ വിളക്കേന്തി മണവാളനെ കാത്തിരുന്നു. അതുപോലെ ഈ ജീവിതകാലം മുഴുവൻ ജാഗ്രതയോടും വിശ്വസ്തയോടും നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കത്തിക്കുന്ന ഈ തിരി. വിശ്വസ്തയോടെ ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി നല്ല ഓട്ടം പൂർത്തിയാക്കി നിത്യസമ്മാനത്തിലേക്ക് നമ്മളേവരും ചേർക്കപ്പെടുകയാണ് എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് പുരോഹിതൻ ഈ തിരി തെളിയിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ ചിന്ത, ഈ വെളിച്ചം മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ അനുയാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. സങ്കീർത്തകൻ 119-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു: വചനം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. നിത്യതയിലേക്കുള്ള യാത്രയിൽ കാറ്റിലണയാതെ ഈ വെളിച്ചം സൂക്ഷിച്ചുകൊണ്ട് നീ മുന്നേറുമ്പോൾ നിന്നെ സ്വീകരിക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് നിന്നെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നുണ്ട്, നിന്റെ ദീപം ഇനി ഒരിക്കലും അണയില്ല. ആ ദീപം അണയാതെ കർത്താവ് കാത്തു സൂക്ഷിക്കും. ദൈവത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ഈ വെളിച്ചം നിന്നെ അനുയാത്ര ചെയ്യും. അങ്ങനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നീ എത്തിച്ചേരും. മനുഷ്യജീവിതം ഒരു മെഴുകുതിരി പോലെ കത്തിജ്വലിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഒരു യാത്രയാണല്ലോ. മൃതശരീരത്തിൻ്റെ തലയ്ക്കൽ കത്തിക്കുന്ന തിരി അണഞ്ഞു പോകുമ്പോൾ മഹാപ്രഭാവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരുന്നു. അതിനാൽ മരണം ഇരുട്ടിലേക്കുള്ളൊരു യാത്രയല്ല, കർത്താവാകുന്ന വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, നീ ഇരുളിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും കർത്താവാകുന്ന നിത്യതയുടെ പ്രകാശം നിന്നെ അനുവാദനം ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇരുട്ടിലല്ല, പ്രകാശത്തിലാണ് ജീവിക്കുന്നത്. കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളായി ആകാശവിധാനങ്ങളിൽ നിന്ന് അവർ പ്രകാശം വിതറുന്നു. ആ വെളിച്ചത്തിലേക്കാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം യാത്ര പോയിരിക്കുന്നത്.